കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ നിശ്ചയദാർഢ്യത്തിന്റെ പുതുചരിത്രം കുറിച്ചുകൊണ്ടാണ് ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF മിന്നും വിജയം കൈവരിച്ചത്. കരുത്തുറ്റ നേതൃത്വവും ജനകീയ മുഖവുമുള്ള ഒരുപറ്റം നേതാക്കൾ കോൺഗ്രസിനൊപ്പം അണിനിരന്നപ്പോൾ കാലങ്ങളായി നിലനിന്നിരുന്ന പല ചുവപ്പുകോട്ടകളും തകർന്നു വീണു. ഒരു ജനപ്രതിനിധി എങ്ങനെയായിരിക്കണം എന്നതിന് ഉദാഹരണങ്ങൾ തേടി ഇനിയെങ്ങും പോകേണ്ടതില്ല. പാലക്കാട് നെമ്മാറ പഞ്ചായത്തിന്റെ അമരക്കാരൻ അഡ്വക്കേറ്റ് CC സുനിലിന്റെ വാക്കുകൾ അതിന് അടിവരയിടുന്നു. CPMന്റെ ഉരുക്കുകോട്ടയായിരുന്ന നെമ്മാറയെ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ തിരിച്ചുപിടിച്ച സുനിൽ അധികാരം ഏറ്റെടുത്ത നാൾ മുതൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്കാണ് നേതൃത്വം നൽകുന്നത്. കഴിഞ്ഞ കുറെ കാലമായി നെമ്മാറയിൽ ഒരു നേരത്തെ അന്നത്തിനായി വിയർപ്പൊഴുക്കുന്ന തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെട്ട തൊഴിലാളികളെ അവരുടെ ഒരു ദിവസത്തെ കൂലി പോലും നഷ്ടപ്പെടുത്തി രാഷ്ട്രീയ ജാഥകളിൽ പങ്കെടുപ്പിക്കുന്ന ദയനീയ കാഴ്ചയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ നെമ്മാറയുടെ ഭരണം മാറിയതോടെ ആ ദുരവസ്ഥയ്ക്കും അറുതിയായിരിക്കുകയാണ്. തൊഴിലുറപ്പ് തൊഴിലാളികൾ ഇനി മുതൽ ജാഥാ തൊഴിലാളികളാകേണ്ടതില്ല എന്ന പ്രഖ്യാപനമാണ് സുനിൽ നടത്തിയിരിക്കുന്നത്. കോൺഗ്രസിന്റെ പരിപാടിയാണെങ്കിൽ പോലും ആളെ കൂട്ടാൻ വേണ്ടി പാവപ്പെട്ടവരുടെ വയറ്റത്തടിക്കുന്ന രീതി ഇനി നെമ്മാറയിൽ ഉണ്ടാവില്ലെന്ന് അദ്ദേഹം ആവർത്തിച്ചു. ആർക്കെങ്കിലും രാഷ്ട്രീയ പരിപാടികളിൽ പങ്കെടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അന്നത്തെ ജോലി ഒഴിവാക്കി സ്വന്തം താല്പര്യപ്രകാരം മാത്രം വരാം. അല്ലാതെ ദൈനംദിന വരുമാനം മുടക്കി ഒരു പാർട്ടിയുടെയും കൊടി പിടിക്കേണ്ട ഗതികേട് ഇനി ഒരു തൊഴിലാളിക്കും ഉണ്ടാകില്ല. കുടുംബശ്രീയിൽ നിന്ന് പുറത്താക്കുമെന്നോ അടുത്ത ദിവസത്തെ ശമ്പളം തടഞ്ഞു വെക്കുമെന്നോ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി തൊഴിലാളികളെ രാഷ്ട്രീയ അടിമകളാക്കുന്ന പതിവ് രീതി ഇനി നെമ്മാറയിൽ നടപ്പില്ല. പാവപ്പെട്ടവന്റെ വിയർപ്പിനെ വില കൽപ്പിക്കാത്ത ഒരു രാഷ്ട്രീയവും ജനകീയമല്ലെന്നും അദ്ദേഹം ഉറക്കെ പ്രഖ്യാപിച്ചു. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ പണി ജാതിക്ക് നീളം കൂട്ടലല്ല എന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി. ജാതിക്ക് കൊടി പിടിക്കാൻ ഭീഷണിപ്പെടുത്തി കൊണ്ടുപോകാൻ വരുന്ന ആളോട് നിവർന്നു നിന്ന് ഞങ്ങൾ ആ പരിപാടിക്ക് വരാൻ തയ്യാറല്ല എന്ന് പറയാനുള്ള ചങ്കുറപ്പുണ്ടാകണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകൾക്കും നിറഞ്ഞ കൈയടിയാണ് സദസ്സിൽ നിന്ന് ലഭിച്ചത്. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ കൂടി ചേർക്കുന്നു. നെമ്മാറ പഞ്ചായത്തിന്റെ ഭരണം മാറി. ഇനി തൊഴിലുറപ്പ് തൊഴിലാളികൾ ജാഥ തൊഴിലാളികളാകാൻ എവിടെയും പോണ്ട. മനസ്സിലായില്ല? ജാഥ തൊഴിലാളികളാകാൻ എവിടെയും പോണ്ട. നിങ്ങളുടെ പണി തൊഴിലുറപ്പ് പദ്ധതിയാണ്. അത് നിങ്ങൾക്ക് വരുമാനം കിട്ടേണ്ട, നിങ്ങളുടെ കുടുംബം നോക്കേണ്ട, നിങ്ങളുടെ കുട്ടികൾക്ക് എല്ലാം കൊടുക്കേണ്ട, നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ നിങ്ങളുടെ പോക്കറ്റിൽ കരുതൽ ധനശേഖരം ഉണ്ടാക്കാനാണ്. അല്ലാതെ രാഷ്ട്രീയ പാർട്ടികളെ കോൺഗ്രസിന്റെ പരിപാടിക്ക് ഒരു തൊഴിലുറപ്പ് തൊഴിലാളിയും കൊടിയും പിടിച്ചു വരണ്ട. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അന്ന് പണി ഒഴിവാക്കിയിട്ട് വന്നോ. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഇനി നിങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമാണെങ്കിൽ നിങ്ങൾക്ക് ആ പാർട്ടിയുടെ പരിപാടിക്ക് പോകണോ, നിങ്ങൾ ആ ദിവസത്തെ പണി ഒഴിവാക്കിയിട്ട് നിങ്ങൾ പൊക്കോളൂ. അല്ലാതെ പണിയിൽ ഒപ്പിട്ട് ഈ മേച്ചുമാരും അവരെയൊക്കെ മിരട്ടി ഭീഷണിപ്പെടുത്തി ആ കുടുംബശ്രീയുടെ പാവപ്പെട്ട സ്ത്രീകളെയൊക്കെ ഭീഷണിപ്പെടുത്തി നാളെ മുതൽ കുടുംബശ്രീ ചേർക്കില്ല, നാളെ മുതൽ തൊഴിൽ തരില്ല, നാളെ മുതൽ ശമ്പളം തരില്ല എന്ന് പറഞ്ഞ് രാഷ്ട്രീയ പാർട്ടിയുടെ കൊടി പിടിച്ച് പോകുന്ന പണിക്ക് ഇവിടെ അവസാനം കുറിക്കുകയാണ്. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ പണി ജാഥയ്ക്ക് നീളം കൂട്ടലല്ല. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ പണി ജാഥയ്ക്ക് നീളം കൂട്ടലല്ല. ഞാൻ നാളെ വന്ന് നിങ്ങൾ എന്റെ പാർട്ടിയുടെ ജാഥയ്ക്ക് നീളം കൂട്ടാൻ നിങ്ങളെ വിളിച്ചാൽ നിങ്ങൾ വരാൻ പാടില്ല. ആ വിളിക്കുന്ന ആളുകളോട് പറയാനുള്ള നട്ടലും ചങ്കുറപ്പും നിങ്ങൾക്ക് വേണം. അവന്റെ ഒന്നും വീട്ടിൽ നിന്ന് ദാനം ചെയ്തല്ല ഇത്. ഈ രാജ്യത്ത് ജനിച്ചുകൊണ്ട് ആർക്കും കിട്ടും, ഒരാൾക്ക് തടയാനും കഴിയില്ല. അതുകൊണ്ട് അവരവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കേണ്ടതിനെ കുറിച്ച് ബോധ്യമുള്ളവരായിരിക്കണം ജനത. അങ്ങനെയുള്ള ജനതയ്ക്ക് മാത്രമേ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അത്തരം ബോധ്യമുള്ള ആളുകളായി എന്റെ മുൻപിലിരിക്കുന്ന പ്രിയപ്പെട്ട അച്ഛനമ്മമാർ മാറണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയും കൊഴിലൂത്തുകാരല്ല പൊതുജനം എന്നത് നിങ്ങൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഈ നാടിന്റെ നട്ടെല്ലാം, ഈ നാടിന് ആവശ്യമാണ്. പക്ഷേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പേര് പറഞ്ഞ് ഈ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പോലുള്ള മഹത്തായ പദ്ധതികളെ വ്യഭിചരിക്കാൻ ഒരിക്കലും വിട്ടുകൊടുക്കുന്ന പരിപാടി നെമ്മാറ പഞ്ചായത്തിൽ ഇനി ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് നിങ്ങളുടെ പണി തൊഴിലുറപ്പാണോ, തൊഴിലുറപ്പിന് പോവുക. ആ തൊഴിലുറപ്പ് പണിക്ക് പോവുക. നിങ്ങളുടെ വീട്ടിൽ കുടുംബം നോക്കുക, നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തോളൂ. പാർട്ടികളുടെ കൊടി പിടിച്ചതിന്റെ ഈ അറ്റത്തൂടെ കൊടിയും പിടിച്ച് ഇൻകുലാബ് സിന്ദാ വിളിച്ച് പറഞ്ഞാൽ ആരും പോകേണ്ട കാര്യം. അതുകൊണ്ട് നിങ്ങൾക്ക് സ്വതന്ത്രമായി പഞ്ചായത്തിൽ വരാം. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതികളുള്ള പല പദ്ധതികളെയൊക്കെ മലീനസമാക്കുന്ന ശക്തികൾക്കെതിരേക്കുള്ള പോരാട്ടം പഞ്ചായത്തിൽ ഉണ്ടാവും. നിങ്ങളുടെ അവകാശങ്ങൾ നിങ്ങൾക്ക് സംരക്ഷിക്കാം. നിങ്ങൾക്ക് തൊഴില് നെന്മാറ പഞ്ചായത്തിനകത്ത് ഞങ്ങൾ അധികാരത്തിലിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തൊഴിൽ സുരക്ഷിതമാണ്. സർക്കാർ തൊഴിൽ കൊടുക്കാൻ പറഞ്ഞാൽ തൊഴിൽ അടിച്ചിരിക്കും, തൊഴിൽ നിങ്ങൾക്ക് തന്നിരിക്കും. ഫണ്ട് പഞ്ചായത്തിന് ഗവൺമെന്റ് പാസ്സാക്കിയ നിങ്ങളുടെ കൂലി വിട്ടു തന്നിരിക്കും. അതിലൊന്നും ഒരു തടസ്സം ഉണ്ടാവില്ല. ഒരു രാഷ്ട്രീയത്തിന്റെ, ഒരു ജാതിയുടെ, ഒരു മതത്തിന്റെ, ഒരു വർഗത്തിന്റെയും പേര് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ തൊഴിൽ ദിനങ്ങളെയോ നിങ്ങൾക്ക് തരുന്ന കൂലികളെയോ
ഒരിക്കലും തടസ്സപ്പെടുത്തുവാനുള്ള പദ്ധതികളും ഉണ്ടാവില്ല. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ആധികാരികമായിട്ടുള്ള പഞ്ചായത്തിനകത്ത് ഇത് നിർവഹിക്കുന്ന ആളുകളിലൊക്കെ ആധികാരികമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ, അതിന്റെ നയങ്ങളിൽ പഞ്ചായത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഈ ഭരണസമിതി തയ്യാറാണ്. നിങ്ങളേവരും അത്തരം മാറ്റങ്ങൾക്കും അത്തരം ചിന്തകൾക്കുമൊപ്പം ഞങ്ങളോടൊപ്പം നിൽക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും അഭിവാദ്യങ്ങൾ നേരുന്നു. ഒരു വർഷം കൂടെ നമുക്ക് മാറുകയാണ്. 3-4 ദിവസം കഴിഞ്ഞ ഒരു പുതുവത്സരം വരികയാണ്. അപ്പൊ ഇന്നത്തെ ഉടുപ്പ് മാറി പിറ്റേ ദിവസം നല്ല വൃത്തിയും വെടുപ്പുള്ള ഉടുപ്പൊക്കെ ഇടുമ്പോഴാണ് നമുക്കൊരു ആത്മവിശ്വാസം വരിക. അപ്പൊ ഈ 2025 കഴിഞ്ഞ് ഈ 31-ാം തീയതി കഴിഞ്ഞ് 1-ാം തീയതിയിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെയൊക്കെ ജീവിതം കൂടുതൽ സുഖകരവും സമാധാനപരവും ആകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ഈ തൊഴിലുറപ്പ് തൊഴിലാളി സംഗമത്തിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനായി പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ ശ്രീ KG എൽദോസ് ക്ഷണിക്കുകയാണ്.